സമരം ചെയ്യുന്നവരെയും നീതിക്ക് വേണ്ടി പോരാടുന്നവരെയും ശബ്ദിക്കുന്നവരെയൊക്കെ ചാപ്പയടിക്കുന്ന പതിവ് സംഘി പുത്രന്മാർക്ക് നേരത്തെ ഉള്ളതാണ്. അങ്ങനെ ചാപ്പകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുക. അവരുടെ നേതാവ് തന്നെ ഒരു പുതിയ പേര് പറഞ്ഞു കൊടുത്തു, ദിമാഗി നക്സൽ. ഇപ്പൊ ആ പേരും കിട്ടി, ദിമാഗി വാല. അർത്ഥം അറിഞ്ഞിട്ടാണോ വിളിക്കണമെന്ന് അറിയില്ല. തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരെന്നാണ് യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം. ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ചാണകം നിറഞ്ഞ തലച്ചോറുകൾ ആഗ്രഹിക്കുന്ന, എല്ലാവരെയും പ്രജകളായി കാണുന്ന, അടിമകളായി ജീവിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന നേതാക്കന്മാരും അവരുടെ അണികളും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നേരത്തെ വിളിച്ചിരുന്നത് ദേശദ്രോഹി എന്നാണ്, രാജ്യദ്രോഹി, ദേശസ്നേഹി അല്ലാത്തവർ, പിന്നെ ചെറ്റ തുടങ്ങിയ നിരവധി പദങ്ങൾ. നേരത്തെ നമ്മുടെ നാട്ടിൽ ചെറ്റപ്പുരകളാണ് ഉണ്ടായിരുന്നത്. അതായത് സവർണ വിഭാഗങ്ങൾ സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്ത് നല്ല നിലയിൽ ജീവിക്കുകയും അവരുടെ പുരയിടങ്ങളിലും വയലുകളിലും പണിയുന്നവർക്ക് കിടക്കാനായി ചെറ്റപ്പുരകൾ മാത്രം അനുവദിക്കപ്പെടുകയും ചെയ്തിരുന്നൊരു കാലത്ത് ഈ പുരകളിൽ താമസിക്കുന്നവരെ ആക്ഷേപിച്ച് പറഞ്ഞിരുന്ന പേരാണ് ചെറ്റകൾ. അങ്ങനെ ചെറ്റകളിൽ താമസിച്ച ജനസാമാന്യത്തെ സാധാരണ ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാനത്തിന്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും പ്രവർത്തനങ്ങൾ, സമരങ്ങളിലൂടെ ആർജിച്ചെടുത്ത ശക്തികൾ ഈ നാടിനെ മാറ്റി. അത് തിരിച്ചറിയാത്ത ആളുകളാണ് ആളുകൾ ചെറ്റയെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നുവെന്ന് കരുതുന്നത്. രായാവ് ആണെന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ടല്ലോ, രായാവിന്റെ ആൾക്കാർ. പണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പറ്റിച്ച് ജീവിച്ചിരുന്ന കുറെ ആളുകളല്ലാതെ ജനസേവനം നടത്തിയിരുന്ന ആളുകളൊന്നുമല്ല. അപ്പോ പ്രധാനമന്ത്രന്മാർക്ക് ഇങ്ങനെയൊക്കെ തോന്നും, ദിമാഗി നക്സലെന്നോ ദിമാഗി വാല എന്നൊക്കെ വിളിക്കാൻ തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന രാജ്യസ്നേഹിയല്ല നമ്മൾ, രാജ്യദ്രോഹി. നിങ്ങളുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന ആൾ തന്നെയാണ്. നിങ്ങളുടെ ദേശം, നിങ്ങൾ പറയുന്ന ആ സാങ്കല്പിക ദേശത്തോട് ഒരു കൂറുള്ളവരല്ല. നിങ്ങൾ പറയുന്നത് പോലെ ആളുകളെ ആക്ഷേപിക്കാൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണല്ലോ പരിപാടി. തന്തയും തള്ളയും ഉള്ളവരാരും അങ്ങനെ ചെയ്യില്ല. കാരണം അവർക്കറിയാമല്ലോ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും വില എന്താണ്. അതറിയാത്ത ആളുകൾ, ചാണകം തിന്ന് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം പ്രധാനമന്ത്രിക്ക് ഓതിക്കൊടുത്തവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ദിമാഗി എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വലായിട്ട് ഉയർന്നവർന്നാണ്, ചിന്താശേഷിയുള്ളവരെന്നാണ്. അത്തരമൊരു പട്ടം ചാർത്തി അതിൻ്റെ കൂടെ നക്സലെന്ന് ചേർത്താൽ ആക്ഷേപമാകുമെന്ന് കരുതിയ അദ്ദേഹത്തിന് പറ്റിയത് വലിയ അമളിയാണ്. നിങ്ങൾ രാജ്യദ്രോഹി എന്ന് വിളിച്ചാൽ ഞങ്ങൾക്കതിൽ അഭിമാനമാണ്. ഞങ്ങൾ ദേശസ്നേഹികളല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അഭിമാനമാണ്. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഓരോ വാക്കും നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നവയാണ്. നിരന്തരം അപഹാസ്യരായിക്കൊണ്ടേയിരിക്കുക, ആക്ഷേപങ്ങളും അസഭ്യങ്ങളും തുടരുക. നിങ്ങളുടെ സംസ്കാരം ലോകം മുഴുവൻ വെളിവാകട്ടെ.